ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഇഷ്ടമാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ലൈക്കും കൂടെ ചെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെറ്റ് ഫാബ്രിക്കിൻ്റെ സ്കേർട്ടും അതുപോലെ വെൽവെറ്റിൻ്റെ വർക്ക് മെറ്റീരിയലിൻ്റെ ടോപ്പുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു സ്റ്റെപ്പ് വരുന്ന സ്കേർട്ടും ടോപ്പിന് കർവ് വരുന്ന ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ള ടോപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ 6 മീറ്റർ നെറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1 മീറ്ററിൽ 80 സെൻറ്റിമീറ്റർ ക്രേപ്പ് ലൈനിങ്ങും 80 സെൻറ്റിമീറ്റർ കോട്ടൺ ലൈനിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/2 മീറ്റർ വർക്ക് മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായത്. അതിന് ബ്ലാക്ക് തന്നെ 1/2 മീറ്റർ കോട്ടൺ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത് നമ്മൾ 9 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ പോയിട്ട് 8 കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 9 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം 8 ഇഞ്ചാണ് കിട്ടുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 8ഉം താഴേക്ക് നമ്മൾ 6 ഇഞ്ചും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 6 ഇഞ്ച് കൂടെ ആവുമ്പം 14 ഇഞ്ച് കിട്ടുന്നത്. ഇത് 6 ഇഞ്ചിൽ അതിന് സ്റ്റെപ്പ് എടുക്കാനുള്ള പീസസ്സാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. 5 മീറ്ററിൻ്റെ ഫാബ്രിക് തന്നെയാണ് ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 മീറ്റർ നമ്മൾ 4 പീസ് കട്ട് ചെയ്തു. അപ്പോൾ 20 മീറ്റർ ആയിട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പും അതിൻ്റെ താഴേക്കുള്ള സ്റ്റെപ്പും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 മീറ്ററുമൊക്കെ നമ്മൾ കട്ട് ചെയ്യൽ 5 മീറ്ററിൻ്റെ 4 പീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ നമ്മൾ മൊത്തത്തിൽ മറ്റേ സ്കേർട്ട് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുക്കാനുള്ള പീസ് 13.5 എടുത്തിട്ടുള്ളത്. ക്രേപ്പ് ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതും 14 ഇഞ്ച് തന്നെ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ മടക്കി തയ്ക്കാനുള്ള സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 13 ഇഞ്ചിലാണ് നമ്മൾ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യുക. ക്രേപ്പ് ലൈനിങ്ങിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. വർക്ക് മെറ്റീരിയലിലാണ് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 11.5-12 ഇഞ്ചൊക്കെ ലെങ്ത്ത് എടുക്കണം. മടക്കി തയ്ക്കാനുള്ള എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് 5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുണ്ടായത്. 5 ഇഞ്ച് ആം ഹോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 24 അതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. അപ്പോൾ 12 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ അപ്പോൾ 6+1 കേട്ടോ. പിന്നെ നെക്ക് നമ്മൾ 2 ഇഞ്ച് വൈഡും 2 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കർവും കൂടെ എടുത്തിട്ട് നമ്മൾ ഷോൾഡർ പാർട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു. ബാക്ക് പീസ് നമ്മൾ 3/4 ഇഞ്ച് സിബ് കൊടുക്കാനുള്ള എക്സ്ട്രാ അളവും കൂടെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഒരു 3/4 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ട് ഒന്ന് തെറ്റിച്ചിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഭാഗം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതാ 3/4 ഇഞ്ചും ഒന്ന് കയറ്റി വെച്ചിട്ട് ആ ഒരു ബാക്ക് പീസും കൂടെ നമ്മൾ സെയിം അളവ് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് പിന്നെ എന്താണ് കോളർ ആയതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് 1/2 ഇഞ്ച് മാത്രം കുഴിച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് ചെറിയൊരു കർവ് വരുന്നുണ്ടല്ലോ. അവിടെ ഒരു 2.5 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടിട്ട് സെൻറ്റർ ഭാഗം 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എത്രയാണോ ആ ഒരു ഷേപ്പ് വരുന്നത് ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അളവിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കർവ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് മാത്രമാണ് നമ്മൾ ആ കർവ് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ കൂട്ടി തയ്ക്കുക. അതുപോലെ ആ കർവ് കൊടുത്ത ഭാഗം കൂടി ലൈനിങ്ങും നല്ല പീസും കൂടെ കൂട്ടി തയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിനൊക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഒക്കെ സാധാ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ കർവിൻ്റെ ഭാഗം എന്തായാലും കട്ട് ചെയ്തിട്ട് കൊടുക്കണം, മസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ.
നമ്മൾ സ്കർട്ട് ആൻഡ് ടോപ്പും മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടില്ല. ഹൈനെക്കും അതുപോലെ ഈ കർവുള്ള ഒരു ടൈപ്പും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഫ്രണ്ട് പീസ് കഴിഞ്ഞു. അപ്പോൾ ബാക്ക് വശം നമ്മൾ സിബ് വെക്കുന്ന ഭാഗം നെക്ക് കൊടുക്കണ്ട കേട്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്യരുത്. കൈക്കുഴി സിബ് വെക്കുന്ന പാർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് അടിവശം നമ്മൾ മടക്കി തയ്ക്കുന്നതിന് പകരം ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ടും അങ്ങനെ തന്നെയാണ്, ബാക്കും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഷോൾഡർ പാർട്ട് ഉണ്ടല്ലോ, രണ്ട് വശം ജോയിൻ ചെയ്ത് കൊടുക്കുക, ബാക്ക് വശം ഫ്രണ്ട് വശം കൂടെ. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ ഫ്രണ്ട് വശം വെച്ചിട്ട് ബാക്ക് പാർട്ടിൻ്റെ ഒരു പീസും അതുപോലെ രണ്ട് സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ ക്ലോസ് ചെയ്തിടുക. എന്നിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിബ് വയ്ക്കുന്ന ഭാഗം അതുപോലെ ബാക്ക് പീസൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ചുറ്റിലും നമ്മൾ ഓരോ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ നെക്കൊക്കെ കൂട്ടി തയ്ക്കണം. അതുപോലെ സൈഡ് സിബ് വയ്ക്കുന്ന ഭാഗമൊക്കെ ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഏകദേശം വർക്ക് തീർന്നിട്ടുണ്ട്. ഇനി മെയിനായിട്ട് കൊടുക്കാനുള്ളത് നമുക്ക് സിബും കോളറുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിബ് ആ ഒരു അരയിഞ്ച് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കുറയാൻ വേണ്ടിയിട്ടാണ് അരയിഞ്ച് മാത്രം നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ സിബ് ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കോളർ അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കോളർ നമ്മൾ 12 ഇഞ്ചാണ് വന്നിട്ടുള്ളത് അളവെടുത്തപ്പോൾ. അപ്പോൾ ആ ഒരു 11 ഇഞ്ചായിരിക്കും. 12 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 13 ഇഞ്ച്. അരയിഞ്ച് രണ്ട് വശത്തും തയ്യൽ തുമ്പ് പോകണം. 3.5 ഇഞ്ച് അതിൻ്റെ വിടുത്തും. അപ്പോൾ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പീസിനെ പതിച്ചടിച്ചിട്ട് നമ്മൾ ആ ഒരു കരഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ബോഡി പാർട്ടിൻ്റെ ചീത്ത വശത്തുനിന്ന് വെച്ചിട്ട് നല്ല വശത്തേക്ക് പതിച്ചടിച്ചു കൊടുക്കുകയാണ്. ആ കോളർ കറക്റ്റ് അളവായിരിക്കും കേട്ടോ. നമ്മൾ ആ അളവെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്താൽ കറക്റ്റായിരിക്കും. ഏകദേശം അതിനനുസരിച്ചാണ് നമ്മൾ നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നെക്കിൻ്റെ വശക്കൊന്ന് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്കിൽ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ കോളറിനെ ഉള്ളിലോട്ട് തന്നെ മടക്കിയിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മടക്കിയിട്ടാണ് കേട്ടോ ക്ലോസ് ചെയ്യുന്നത് രണ്ട് വശം. അപ്പോൾ നമ്മൾ കോളറിൻ്റെ ക്ലോസിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരൊറ്റ സംഭവം മാത്രം ബാക്കിയുള്ളൂ, നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക എന്ന് മാത്രമേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ബ്ലൗസ് ടോപ്പ് പാർട്ട് സെറ്റായിട്ടുണ്ട്. അതാ നല്ല ഭംഗിയിൽ നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന ക്യാൻവാസ് ഒന്നും വെക്കാതെ ചെയ്യുന്നൊരു കോളറാണ് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ വശം നമ്മളൊന്ന് കൂട്ടി പിടിച്ച് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ബേബികൾ ഡ്രസ്സ് ഇട്ടാൽ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 12 ഇഞ്ചാണ് നമ്മളിതിൻ്റെ ബോഡി പാർട്ട് ഒരു വശം വരുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവാണേ. അപ്പോൾ താഴെ ഞാൻ ആ 12 തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ എന്താ പറയുക ഷേപ്പ് ചെയ്തിട്ട് എടുക്കട്ടെ. അതാണ് ഈ രീതിയിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. മറ്റേത് മടക്കി തയ്ച്ചിട്ടാണല്ലോ നമ്മൾ സൈഡ് കൂട്ടുന്നത്. നമ്മൾ മടക്കി തയ്ക്കുന്നതിന് ശേഷം സൈഡ് കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷന് 2 ലെയറാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലെയർ 9 ഇഞ്ചും സെക്കൻഡ് ലെയർ നമ്മൾ 8 ഇഞ്ചും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടി ഫ്രില്ലിട്ടതിന് ശേഷം താഴെയുള്ള പീസ് ഫ്രില്ലിട്ടതിന് ശേഷം കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. അപ്പം 1 ഇഞ്ച് നമ്മളെ ബെൽറ്റും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഫ്രില്ലിട്ട് എന്നിട്ട് അതിൽ ഒരു ലെയർ നെറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ടുള്ള നെറ്റും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല പഫി ആയിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമ്മളെല്ലാ പോർഷനും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 ലെയറാണ് നമ്മളൊരു സ്കേർട്ടിൻ്റെ ഫ്രിൽസ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത്
കാണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്കേർട്ടിൻ്റെ അരവണ്ണം എത്രയാണോ അതിന് 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബെൽറ്റ് കൊടുക്കുന്നത് നമ്മൾ അതിനേക്കാളും ഒരു 7 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കേട്ടോ. 20 ആണെന്നുണ്ടെങ്കിൽ 27 നമ്മൾ ബെൽറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് കൊടുക്കുന്നതിനുള്ള പീസ് 2 പീസായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വർക്ക് പീസ് തന്നെ ആയതുകൊണ്ട് ഒരു വശം പ്ലെയിനും അങ്ങനെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് കോട്ടൺ ലൈനിങ്ങും കൂടി കൂട്ടിയിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ 15 ഇഞ്ചിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 വശം സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 13 ഇഞ്ചേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ലൈനിങ്ങൊക്കെ വെച്ച് അടിച്ചതിന് ശേഷം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഒരു നല്ല വശം ഉൾവശത്തേക്കാക്കി മടക്കി തയ്ച്ചിട്ടുണ്ട്. അത് സ്കേർട്ടിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ബാൻഡിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് കേട്ടോ. പതിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് നമ്മൾ 20 ഇഞ്ചാണ് അരവണ്ണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് കുറച്ചിട്ട് 17 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നടുവൊന്ന് യോജിപ്പിച്ച് കട്ട് ചെയ്ത ഭാഗം ഒന്ന് യോജിപ്പിച്ചിട്ട് പിന്നെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്കേർട്ടിൻ്റെ 2 കട്ടിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ 2 വശം കൂട്ടിയിട്ട് എലാസ്റ്റിക് ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ വർക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് പിടിക്കാനുണ്ട്. അതുപോലെ ഹാങ്ങിങ്സും കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്കേർട്ട് ആൻഡ് ടോപ്പായി ഒരു 3 ഇയർ ബേബി സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.